ചൈനയിലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വേഷം കേട്ടോ. ഇവിടുത്തെ പോലീസുകാർ ഇതൊക്കെ കാണുമ്പോൾ ക്യൂട്ടായിട്ടാ തോന്നുന്നത്. ക്യൂട്ട് ബോയ്സ്. ഇവിടെ ഭയങ്കര കുറുമ്പനാണ് കേട്ടാ. ഞങ്ങള് പോയി തറയിലായി. അപ്പൊ നമ്മൾ ചൈനയിലെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബെയ്ജിങ്ങിലാണ് കേട്ടോ. ഇവരെ ദേശീയ മൃഗമായിട്ടുള്ള ജയിന്റ് പാണ്ട അല്ലെ? യെസ്, രണ്ടാമത്തെ അല്ലത് മൂന്നാമത്തെ ടേക്കാണ്. ഞാൻ 3 വട്ടം ഗ്രേറ്റ് പാണ്ട എന്നാണ് പറയണേ. ഓക്കെ, അപ്പൊ നമ്മള് ജയിന്റ് പാണ്ടേനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചൈനക്കാരുടെ ദേശീയ മൃഗമാണ് കേട്ടോ. മുത്തുമടിയനാണ് ഈ ആള്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. 13-14 മണിക്കൂറൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുക, ബാക്കിയുള്ള സമയം ഉറങ്ങുക, ബാക്കിയുള്ള സമയം മണ്ടത്തരം കാണിക്കുക, അങ്ങനത്തെ വിശേഷങ്ങളാണ് ഇവരെ ഗ്രേറ്റ് പാണ്ട ജയിന്റ് പാണ്ടൊക്കെ ഉള്ളത് കേട്ടോ. സോ നമുക്ക് നേരെ പോയാലും ഇനി നേരം വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങി തുടങ്ങും. ഇപ്പൊ അവർ ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണ്. സോ ഇവിടെ വരുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 7 മണി to 9 മണിക്കുള്ളിൽ എത്താനായിട്ട് നോക്കാട്ടോ. അല്ലെങ്കിൽ ആ ഒരു ഉറക്കത്തിലായിരിക്കും. നമ്മൾ പാണ്ടേനെ കാണാൻ വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സൂവിന്റെ ടിക്കറ്റ് മാത്രം എടുത്താൽ പോരാ, പാണ്ട ഹൗസിന്റെ ടിക്കറ്റും കൂടി എടുക്കണം കേട്ടോ. എന്റെ ദൈവമേ, ഈ ആൾക്കാർ മുഴുവൻ പാണ്ടേനെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. അങ്ങോട്ടൊന്ന് കാണിച്ചേ. ബീജിംഗ് സൂവില് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എപ്പോഴും പാണ്ട ഹൗസും കൂടി ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കിയിട്ട് എടുക്കാട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വെറും സൂ മാത്രം കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ. പാണ്ട ഹൗസിന് ഡിഫറെന്റ് ടിക്കറ്റ് ആണ് കേട്ടോ. നിറച്ച ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു വട്ടം പോയി വന്നവര് വീണ്ടും വന്ന് ക്യൂവിൽ നിൽക്കാണ്. കാരണം വീഡിയോയ്ക്ക് ഒരു വട്ടം എടുക്കണം, റീലിന് വീണ്ടും പോകണമല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരുന്ന് മുള കഴിക്കലായിരുന്നു കേട്ടോ. ശരിക്കും ഒരു മാംസബുക്കുകളായിരുന്നു. പക്ഷെ ഇരത്തേടി പിടിക്കാനുള്ള ഇവരെ മടി മൂലമാണ് ഇവർ സസ്യബുക്കുകളായി മാറുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവര് മുള കഴിച്ചു തുടങ്ങിയത് എന്ന് ചോദിച്ചാല്, മുളയാവുമ്പോൾ 365 ദിവസം ഇവർക്ക് കിട്ടും. അത് മാത്രല്ല, ഇതിന് വലിയ കോമ്പറ്റീഷനും ഇല്ല. കാരണം അധികം ആൾക്കാരും ഇത് കഴിക്കത്തില്ലല്ലോ. സോ അവർക്ക് ഇങ്ങനെ സുഭിക്ഷമായിട്ട് കഴിക്കാം എന്നുള്ള രീതിയിലാണ് അവരിത് കഴിച്ചു തുടങ്ങുന്നത്. ഇനി 13 to 14 മണിക്കൂറോളം ഇവർ ഫുഡ് കഴിക്കാനും മണ്ടത്തരം കാണിക്കാനും ബാക്കിയുള്ള സമയം ഉറങ്ങാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത്. അത് മാത്രല്ല, ഇവര് കുട്ടികളെ ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് ഇവരുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചൈനീസ് സർക്കാർ ഇടപെട്ട് അവരെ ഇപ്പോ സംരക്ഷിച്ചുകൊണ്ടിരിക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ അവിടെ തന്നെയുള്ള പാണ്ട റെസ്റ്റോറന്റിൽ കയറിയിട്ടോ. അത് കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പാണ്ടയുടെ ഫീഡിങ് കഴിയുന്നേക്കാൾ മുൻപ് നമ്മൾ ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. പാണ്ട ക്യാപിച്ചിനോയും പിന്നെ പാണ്ടയുടെ ബ്രെഡ് ടോസ്റ്റും കണ്ടോ നിങ്ങള്? മുത്തുണ്ണിയുടെ ഇതുമ്പോ പാണ്ടയുടെ ഒന്നും ഇല്ലല്ലോ. മുത്തുണ്ണിയെ പ്ലേറ്റ് പ്ലേറ്റ് പാണ്ടയാണ് കേട്ടോ. എന്റെ ക്യാപിച്ചിനോ വരുന്നേ ഉള്ളൂ. അപ്പൊ മുത്തുണ്ണി അധികം കഴിച്ചോട്ടോ. പാണ്ടേനെ കണ്ട് ഇറങ്ങി. ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ ആകെ 3 പാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ റീൽസിലൊക്കെ കുറെ പാണ്ടകളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആകെ 3 പാണ്ടേ ഉള്ളൂ. ഇനി നമ്മള് വേറൊരു ഹിഡൻ ജെം നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് ഞാൻ മെയിൻ ആയിട്ടും ഹിഡൻ ജെംസ് കാണിച്ചു തരാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മള് പാക്കേജുകാരൊപ്പം ബീച്ചിങ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഫോർബിഡൻ സിറ്റി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഹിഡൻ ജെംസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ടെമ്പിളിലേക്കാണ് പോകുന്നത്. അത്ര ഫേമസ് അല്ല, പക്ഷെ അതിനൊരു പിന്നിലൊരു ചെറിയ കഥയുണ്ട്. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ നമ്മള് അവിടേക്കാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഞാൻ പറയാട്ടെ നമ്മൾ എങ്ങനെ പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മള് ക്യാബ് വിളിച്ചിട്ടുണ്ട്. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്യാബ് കിട്ടി. നമ്മള് ക്യാബിൽ കയറി നമ്മൾ പോയോണ്ടിരിക്കുകയാണ് ആ ടെമ്പിളിലേക്ക്. പിന്നെ എനിക്ക് ഇവിടെ തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരുടെ ഭാഷയില് സ്വാഗതം പറയുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത് എന്നുള്ളത് ആൾക്ക് മനസ്സിലാവേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മളടുത്ത് കുറച്ചും കൂടി അവരിങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ സ്വാഗതവും നന്ദിയും നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. തോന്നിയില്ലേ എനിക്ക്? യെസ്. അപ്പൊ നമുക്ക് ടെമ്പിളിലെത്തിയിട്ട് കാണാൻ. അങ്ങനെ ഞാൻ പറഞ്ഞ ടെമ്പിളിന്റെ മുൻപിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ പേര് ഡോയിങ് ടെമ്പിൾ എന്നാണ് കേട്ടോ. അതായത് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ഗൂഗിളില് ആ ഒരു ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് പ്രൊണൗൺസിയേഷൻ കേട്ടിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരു എന്നൊരു സൗണ്ട് അവസാനം വരുന്നുണ്ട്. അതാണ് ഞാൻ ഡോയിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടെമ്പിളിന്റെ മുൻപിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചൈനീസ് വിശ്വാസ പ്രകാരം ഏകദേശം 700 കൊല്ലം മുൻപ് ഉള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. അവര് വിശ്വസിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 76 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഒരു മനുഷ്യനെ വിചാരണ ചെയ്യാൻ എന്നാണ്.
അതായത് ഇപ്പൊ കൈക്കൂലി വാങ്ങണേന് ഒരു ഡിപ്പാർട്ട്മെന്റ്, കക്കുന്നതിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ലാൻഡുകൾ പിടിച്ചെടുക്കുന്നതിന് വേറെ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഈ 76 ഡിപ്പാർട്ട്മെന്റുകളും ഈ ഒരു ടെമ്പിളിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഓരോ മുറിയായിട്ടാണ് വിചാരണ ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചപ്പോ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ അങ്ങനെ 76 മുറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ. 76 വിചാരണകൾ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. ചിലവരൊക്കെ അതിൽ പറയുന്നുണ്ട് ചില രൂപങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമോ ഇതിനുള്ളിൽ പേടി വരും എന്നൊക്കെ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഫോർ എ ഫൺ എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്നുണ്ട്. ഏറ്റവും പേടിയുള്ള ആളാണ് ഞാൻ കേട്ടോ. എന്തായാലും ഞാൻ അധികം പറഞ്ഞു നിൽക്കുന്നില്ല. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. 10 യുവാനാണ് കേട്ടോ ഒരു ടിക്കറ്റിന് നമ്മുടെ അടുത്ത് നിന്ന് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവിടെ നമുക്ക് VPay വെച്ചിട്ടും അതേപോലെ ക്യാഷും കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. വന്ന് കയറുമ്പോ തന്നെ കാവലിന് വേണ്ടിയിട്ടുള്ള 2 ദൈവങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഈ റെഡ് കളറും ഗ്രീൻ കളറും വരുമ്പോ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് ശരിക്കും കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ഇങ്ങനത്തെ വീഡിയോസ് കാണാനും. പിന്നെ അതിന്റെ പിന്നിലൊരു ചൈനയുടെ ഒരു മ്യൂസിക് ഒക്കെ ഇടില്ലേ, അതിട്ട് എനിക്കിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മ്യൂസിയം ആണ് എന്നുണ്ടെങ്കിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ എല്ലാവരുടെയും ചന്ദനത്തിരികളാണ് യൂസ് ചെയ്യുക. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ടും മെഴുകുതിരി അല്ലെന്നുണ്ടെങ്കിൽ വിളക്ക് ഇവയ്ക്കല്ലേ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ അവർക്ക് പ്രാധാന്യം ചന്ദനത്തിരി ആട്ടോ. ഈ ഒരു ദൈവമാണ് ഇവർ വിശ്വസിക്കുന്നത് പ്രേതങ്ങളുടെയും അതേപോലെ നരകത്തിൻ്റെയും ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മുൻപിൽ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ദൈവങ്ങളുടെ ഭാഗം തന്നെയാണ്. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം പിന്നിലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്നെ കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട്? കാണുന്നുണ്ടല്ലേ? നമുക്ക് ഭാഗ്യം ഉച്ചസ്ഥായിയിൽ അടിച്ചു നിൽക്കണ കാരണം കൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. ഒന്നും എന്നല്ല, ഈ 76 ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. അത് മുഴുവൻ മെയിൻ്റെനൻസിലാണ്. സോ നമ്മൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളും അതിൻ്റെ പിന്നിലുള്ള കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒച്ചയെടുത്തിട്ട് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. സോ നമ്മൾ അവരുടെ ആ ഒരു റിലീജിയനും അവരുടെ ആ ഒരു പ്രാർത്ഥനേനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. സോ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം കേട്ടോ. നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാബായിരുന്നു. കാരണം എനിക്ക് തോന്നിയത് ഇന്ത്യനേക്കാളും കുറച്ചും കൂടി ചീപ്പാണ് ഇവിടെ ക്യാബ് വിളിക്കാനായിട്ട് കേട്ടോ. ചൈനക്കാരുടെ അടുത്തൊരു വിശ്വാസം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് ടെമ്പിൾ ഓഫ് ആർക്കിടെക്ചർ, അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. ചൈനയിലുള്ള പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയുന്നില്ല, അത് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റിന് നമ്മൾക്കായത് ഏകദേശം 15 യുവാനാണ് കേട്ടോ ഒരാളുടെ ടിക്കറ്റിന്. അപ്പോൾ അത് നമ്മൾ പേ ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വിശ്വാസം എന്താണെന്ന് ഞാൻ പറയണ്ടേ. അതായത് പണ്ട് കാലത്ത് ചൈനീസ് ചക്രവർത്തിമാര് രൂപം മാറി, അതായത് സാധാരണക്കാരന്റെ വേഷമൊക്കെ ഇട്ട് വന്നിട്ട് ഇവിടുത്തെ ദൈവത്തെ ആരാധിക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് കൃഷിയാണല്ലോ ഇവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത്. സോ കൃഷിക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കബളിപ്പിക്കും ദൈവത്തെ. അവർ സാധാരണക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് ദൈവത്തെ ഇങ്ങനെ ആരാധിച്ച് കുറേ വിളവ് എടുക്കാൻ വേണ്ടിയിട്ട്, വിളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യണേന്നാണ് പറയപ്പെടുന്നത്. സോ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ചക്രവർത്തിമാരാൽ കബളിപ്പിക്കപ്പെട്ട ദൈവങ്ങൾ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ടെമ്പിൾ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഉൾഭാഗം കയറി കാണാം. ഇവിടെ 2 ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ആണ് ഉള്ളത്. അത് 2 നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ഒരെണ്ണം കണ്ടല്ലോ, ഡോങ്കേ ടെമ്പിൾ കണ്ടില്ലേ. അപ്പോൾ ഇനി ഈ ടെമ്പിളും കൂടി നമുക്ക് കാണാല്ലേ. എന്താ ഇതിന്റെ ഉള്ളിലുള്ള എത്രമാത്രം ചക്രവർത്തിമാർ ഇങ്ങനെ കബളിപ്പിച്ച ആ ദൈവത്തെ നമുക്കൊന്ന് കാണണ്ടേ. നമ്മൾ സെറ്റ് സാരി ഒക്കെ എടുത്ത് അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറില്ലേ, അതേപോലെ ഇവിടെ ചൈനീസ് വേഷം ധരിച്ചിട്ട് ആൾക്കാര് ഈ ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്നിട്ട് കണ്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രസല്ലേ കാണാനായിട്ട്. അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടക്കാൻ കേട്ടോ. സോ ഞാൻ അവരുടെ ഉള്ളിലോട്ട് കടന്ന് കയറുന്നില്ല, അത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. നോക്ക്, ചൈനയിലെ അക്കുസൂട്ട് തന്നെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കി നോക്കണം. ഓ, അമ്മയും മോനാണ് അവരുടെ ഫോട്ടോഷൂട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കുസൂട്ടൻ ഭയങ്കര കുറുമ്പനാണ് കേട്ടാ. ഒരു നിലയ്ക്ക് പിടിച്ചിരുത്താനായിട്ട് പറ്റുന്നില്ല അക്കുസൂട്ടന്.
അപ്പൊ ഇതാണ് ചൈനയിലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വേഷം കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാനായിട്ട്? നല്ല ലക്ഷറി ഫീൽ ഉണ്ടല്ലോ. ആ ഒരു കിരീടവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. ഇവിടെ മെയിനായിട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. കാരണം കുറേ കല്യാണ ചെക്കനും പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കമന്റ് അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മളെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ടീം കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. സെയിം പോസ് തന്നെ ഞങ്ങൾ വന്നിരുന്നപ്പ തൊട്ടെടുത്ത് തുടങ്ങിയത്. അവർ ഇതുവരെ ആ ഒരു പോസ് പോലും കഴിഞ്ഞിട്ടില്ല. പെണ്ണ് അവസാനം കോട്ടുവായിക്ക് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാവിലെ മേക്കപ്പ് ഒക്കെ കഴിച്ച് അവിടെ അങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടുത്തെ പെൺപിള്ളേരെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ല മൊത്ത. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നല്ല സേഫാണ് കേട്ടോ അല്ലേ? ഭയങ്കര സേഫാണ്. ചുറ്റിനും ക്യാമറ എന്ന് വെച്ചാൽ ചുറ്റിനും ക്യാമറ ആണ്. പിന്നെ നമ്മള് പിന്നെ മാത്രല്ല നമ്മളെ അവർ കാണുമ്പോൾ നമ്മളെ ഭയങ്കര ബഹുമാനം കാണിക്കണ പോലെ എനിക്ക് തോന്നിട്ടോ. എനിക്ക് തോന്നണേ ഇന്ത്യക്കാർ ഇവിടെ വളരെ കുറവാണ്. ഞങ്ങളിപ്പോ നമ്മള് കണ്ടിട്ടേ ഇല്ലല്ലോ ഇതുവരെ വന്നിട്ട്. ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇന്ത്യക്കാർ ഇതുവരെ വന്നിട്ട് ഇവിടെ. സോ നമ്മളൊക്കെ കാണുമ്പോൾ പിള്ളേര് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നു. മീൻസ് നമ്മളിങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുവാണെങ്കിൽ ചിലപ്പോ അന്യഗ്രഹ ജീവികളാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്നാലും അവരിങ്ങനെ വരുമ്പോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുക. അപ്പൊ നമുക്കൊരു ഭയങ്കര പിന്നെ ഓവർ ക്രൗഡഡും അല്ല. അതും ഞാൻ ശ്രദ്ധിച്ചു. ചിലപ്പോ നമ്മളേക്ക് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ അത്ര ക്രൗഡഡ് ഉള്ള സ്ഥലങ്ങളായിരിക്കണം എന്നില്ല. അത് കാരണം കൊണ്ടായിരിക്കാം. സോ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. പിന്നെ നമ്മൾ രണ്ട് പോയത് അമ്പലങ്ങളാണ്. അത് കാരണം കൊണ്ട് എന്തായാലും അവിടെ ഒരു പീസ് ഉണ്ടായിരിക്കുമല്ലോ. പീസ് ഇത് പീസല്ലല്ലോ, വിക്ടറി അല്ലേ? പീസാണോ? എന്നാ പീസ്. അപ്പോ നമ്മൾക്ക് ഇനി അങ്ങോട്ട് കടക്കണം, ടെമ്പിൾ കാണണം എന്നുണ്ടെങ്കിൽ. പക്ഷെ വെയിലായ കാരണം കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഞങ്ങള് വെയിലത്ത് പോകാൻ മടിച്ചിട്ട്. അപ്പൊ പാവങ്ങൾ അവരെ എപ്പോ തൊട്ട് വെയിലത്ത് നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പ് തുടങ്ങിയതാണെന്നറിയോ? പിന്നെ കറുപ്പ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അക്കുസുട്ടന്മാര് ഓടി നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ മുത്തുനി പറയായിരുന്നു നമ്മള് ഗോതയൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് അതിന്റെ ഒരു ഫീലും തോന്നുന്നുണ്ടെന്നല്ലേ? സോറി യോധ. നമുക്കേ നമ്മള് നെതർലാൻഡ്സും ഇവിടെയും തമ്മിൽ ഏകദേശം 6 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ അവിടെ എഴുന്നേറ്റ് വരുന്ന നേരമായിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ഉറക്കത്തിന്റെ പ്രശ്നം നമ്മൾക്ക് ഉണ്ട്. അത് കാരണം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരെണ്ണം അടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അടിച്ചിട്ടില്ല ഗൈസ്, അടിക്കാൻ പോകണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കടക്കട്ടെ വെയിലത്തിട്ടാ. കണ്ട കറുപ്പ ഡ്രസ്സ് ഇട്ട് പോകണുണ്ടോ? ഞാൻ ഇതുവരെ ചുമപ്പേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് കറുപ്പ കാണാൻ. ചുമപ്പാന്നൊക്കെ ചുവപ്പ് മാത്രമേ ഞാൻ എത്ര നേരം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ കറുപ്പ് കണ്ടു കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ ചൈനീസ് ആർക്കിടെക്ചർ അനുസരിച്ചിട്ടാണ് ഈ ഒരു മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതായത് ഇതില് ഒരൊറ്റ ആണി പോലും ഉപയോഗിച്ചിട്ടില്ല. മരങ്ങള് കോർത്തിട്ടാണ് ഈ ഒരു മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതും ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി ആണേ. സോ നമ്മൾ ഇന്ന് ചൈനീസ് ഫുഡ് ട്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കണേ. നമ്മൾ ഇന്നലെ ബർഗറാണല്ലോ കഴിച്ചത്. അപ്പൊ ഇന്ന് എന്തായാലും ചൈനീസ് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറാണ്. നമുക്ക് നോക്കി നോക്കാം എന്തോ ഉള്ളത് എന്നൊക്കെ. വാവ്. നമ്മൾ ആ ടെമ്പിളും കഴിഞ്ഞ് ഇറങ്ങി ഒരു ക്യാബ് വിളിച്ച് ഇതാ നമ്മളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ക്യാബ് വിളിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെട്രോ ഇവിടെ എല്ലാവിടെയും ഉണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് ദൂരം നടക്കാനും ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുമ്പോ അതായത് ഒരു യൂറോ എന്ന് പറയുമ്പോ 100 രൂപയുടെ ഒക്കെ അടുത്താണ് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക് ടാക്സി വിളിക്കുമ്പോൾ വരുന്നുള്ളൂ കേട്ടോ. അത് സെക്കൻഡുകൾക്കുള്ളിൽ എത്തുകയും ചെയ്യും. നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാലോ. 3 കിലോമീറ്റർ അതിനൊക്കെ. അതായത് നമ്മളിപ്പോ പോകുന്ന ലൊക്കേഷൻസ് എല്ലാം അങ്ങനെ തൊട്ട് ഉള്ളതാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യണേ. അപ്പൊ നമ്മള് ഒരു റെസ്റ്റോറന്റിൽ കയറി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു ഡ്രാഫ്റ്റ് ബിയർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചൈനക്കാരുടെ തന്നെയാണെന്നാണ് പറയണേ. അപ്പൊ അത് വാങ്ങിച്ചു. നമ്മള് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചൈനീസ് വിഭവങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും നമ്മളൊരു സേഫ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് പിടിക്കുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ അത്രയും വലിയ ഫുഡീസ് അല്ല. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സേഫ് ഓപ്ഷൻ കഴിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പോ അത് കാരണം കൊണ്ട് ഞാൻ ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഒരു ബീഫിന്റെ ഒരു ചൈനീസ് ഡിഷും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ബെയ്ജിങ്ങില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഒരു ഡെക്കിന്റെ ഡിഷാണ്. അതായത് ഡെക്കിനെ അങ്ങനെ തന്നെ നിർത്തി വേവിച്ച് കൊടുക്കുന്നതാണ്.
പക്ഷെ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് വേസ്റ്റ് ആക്കും. സോ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ, നമ്മളത് കഴിക്കില്ല. ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ഒരു സേഫ് ടേസ്റ്റ് ആണ് നമ്മൾ കഴിക്കാറുള്ളൂ. സോ അത് കൊണ്ടാണ് നമ്മളത് വാങ്ങാത്ത. അപ്പൊ ഞങ്ങൾ ഇന്നലെ കഴിച്ചത് ബർഗർ ആയിരുന്നു, വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. സോ നമ്മൾ അതിന്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോ എല്ലാവരും ചോദിച്ചു, നിങ്ങൾ ചൈനയിൽ പോയിട്ട് ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് പോയെന്നുള്ളത്. അപ്പൊ അതിനുള്ള ഉത്തരം ഇതാണ് കേട്ടോ. ഫുഡ് എത്തിയിട്ടുണ്ട്, കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് ഫ്രൈഡ് റൈസും ഇത് ആ ബീഫിന്റെ സ്മോൾ പീസസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ചില്ലി ഉണ്ട്. രണ്ടാൾക്ക് എരി ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് എന്തായാലും അതും ഇഷ്ടപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നു അല്ലേ. മുത്തുണ്ണിക്കാണ് ഫുൾ ടെൻഷൻ ഉള്ളത്. അതെ മുത്തു അത് ശരിയാണ്, ഞാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ വരയ്ക്കും, ബാക്കിയുള്ളത് മുത്തുണ്ണിനെ കഴിക്കണം. അതാണ് ആ ടെൻഷൻ അവന്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഞങ്ങൾ പകുതി എടുക്കാന്നാ വിചാരിക്കണത് കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കട്ടെ. നമ്മൾ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ നമ്മുടെ ഒരു ഭാഗത്തിനാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുത്തുണ്ണിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ. അപ്പൊ നമ്മള് ഈ വട്ടം സേഫ് ഓപ്ഷൻ ആണ് പിടിച്ചിരിക്കുന്നത്. ഇവന്റെ മൈക്കിലെ കേസ് അത് കാരണം കൊണ്ട് ഞാൻ പറയാം. ഞാനെങ്ങാണ്ടിരിക്കടാ. അപ്പളേ ഞങ്ങള് പോയി തറയിലായി ഇരിപ്പ് നടന്നു ഞങ്ങള് വയ്യാണ്ടായി. ഞങ്ങളിപ്പോ ടിയാമൻ സ്ക്വയറിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വന്നിരിക്കാന്ന് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഒരു ലൊക്കേഷനും കൂടി അത് കവർ ചെയ്യാനായിട്ടുള്ളൂ. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ റെസ്റ്റ് എടുത്ത് പോകുന്നത് എന്ന് ചോദിച്ചാല് എന്തുകൊണ്ടാണ്? നമുക്ക് റൂമില്ല ഗൈസ്, അത് കാരണമാണ്. അതായത് നമ്മൾ ഇന്ന് തൊട്ട് പാക്കേജുകാരുടെ ഒപ്പം ഇനി പോവാ അടുത്ത 9 ദിവസം. അപ്പൊ അവര് വന്നാലാണ് നമ്മൾക്ക് റൂം കിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടലിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മുടെ ലഗേജ് ഒക്കെ ആ ഹോട്ടലിൽ തന്നെ വെച്ചു. ഇനി അവര് വരുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം വീണ്ടും ആ ഹോട്ടലിലേക്ക് തന്നെ ചെക്ക് ഇൻ ചെയ്യും. അവര് 2:30-ക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഒളിമ്പിക് സ്റ്റേഡിയം ഉണ്ട്. നമുക്കെന്നാ ഒളിമ്പിക് സ്റ്റേഡിയത്തിലേക്ക് പോയാലോ അവരുടെ അടുത്തേക്ക്. പിന്നെ നമുക്ക് അവരൊപ്പം അങ്ങനെ പോവാലോ. അത് നല്ല പോയിന്റാ. ഇപ്പോഴാണ് ആ പോയിന്റ് കിട്ടിയത് ഗൈസ്. അപ്പൊ അവിടെ ഒരു ഒളിമ്പിക് സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ ആ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ പോയിട്ട് ഡിന്നർ കഴിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് നമ്മളോട്. അപ്പൊ എനിക്ക് തോന്നണതേ നമുക്ക് നേരെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലേക്ക് പോവാം. നമ്മളിങ്ങനെ വെറുതെ കണ്ണി കണ്ടോടത്തൊന്നും ഇരിക്കണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ മെട്രോ സ്റ്റേഷന്റെ മുൻപിലായിട്ട് താഴെ ഇരിക്കണം. ഇവൻ ഭയങ്കര റിച്ച് മൈൻഡ് സെറ്റ് ആണ്. ഞാൻ ഭയങ്കര പ്യുവറാണ്. പൂർ മൈൻഡ് സെറ്റ് ആണ്. എന്റെ ഫോൺ താഴ്ത്തിക്ക് പോയതാ. അപ്പൊ നമ്മൾ ഇരിക്കുന്നൊന്ന് കാണിച്ചു കൊടുത്തേ ഗൈസിന്. കണ്ട അയ്യോ കണ്ട ഗൈസ്, നമ്മളിരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ? ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരു അപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അത് കാരണമാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. പിന്നെ ഞങ്ങളെ നോക്കാനായിട്ട് ഇതിന്റെ പിന്നിലെ ഒരു പോലീസുകാരനുണ്ട്. സോ നമ്മൾ വളരെ മിണ്ടാതിരിയടാ. അപ്പോഴെങ്കിൽ നമ്മള് അവരുള്ള ബലത്തുമ്പോ നമ്മളെന്തായാലും ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇനി ഒളിമ്പിക് സ്റ്റേഡിയത്തിന്റെ അവിടേക്ക് പോകാൻ കഴിച്ചു. അപ്പൊ നമുക്ക് ഇനി അവരുടെ ഒപ്പം പോവാലോ. അപ്പൊ ഞാൻ ആനന്ദ് ബായിക്ക് മെസ്സേജ് അയക്കട്ടെ. നമ്മൾ ഇനി കൊണ്ടുപോകുന്നത് ആനന്ദ് ബായി ആണ്, നമ്മുടെ ടൂർ കോർഡിനേറ്റർ. സോ നമുക്ക് ആനന്ദ് ബായിക്ക് മെസ്സേജ് അയക്കാം. ചൈനയിലെ ഫയർ എഞ്ചിനാണ് കേട്ടത്. ഫയർ എഞ്ചിനുള്ള ആളെ എനിക്ക് ടാറ്റയൊക്കെ തന്നു കേട്ടോ. കണ്ടോ? അപ്പൊ നിങ്ങൾ ഫയർ എഞ്ചിൻ കണ്ടില്ലേ? ഇനി ഇടിവണ്ടി കാണിച്ചു തരാട്ടാ. മുത്തുണ്ണിക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ്. പിന്നെ പെൺപിള്ളേര് ചെയ്യുമ്പോ അവരൊന്നും പറയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുത്തുണ്ണി എന്നെ ഇവിടെ ഇട്ടിട്ട് അവ തണ്ണിക്ക് ഓടുകയാണ് മുന്നിലോട്ട്. മുത്തുണ്ണിക്കും ടാറ്റ കൊടുത്തവര്. ഞാൻ ടാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോ മുത്തുണ്ണി മുന്നിലോട്ട് ഓടിയില്ലോ. മുത്തുണ്ണിക്ക് തിരിച്ചു പോകണം എന്നാ പറയണ. പക്ഷെ എങ്കില് ഞാൻ ടാറ്റ കൊടുത്തവർക്ക്. അപ്പൊ അവര് കണ്ടു മുത്തുണ്ണി മുന്നിലോട്ട് ഓടണത്. അപ്പൊ അവര് തിരിഞ്ഞു നോക്കി മുത്തുണ്ണിനെയും കണ്ട് ടാറ്റ കൊടുത്തിട്ടാ പോയേട്ടാ. നല്ല പോലീസുകാര്. ഇവിടുത്തെ പോലീസുകാരൊക്കെ കാണുമ്പോൾ ക്യൂട്ടായിട്ടാ തോന്നുന്നത്. ക്യൂട്ട് ബോയ്സ്. നമ്മൾ അങ്ങനെ ചൈനയിലെ ഒരു മോളിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഇവിടേക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ഡ്രോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അത് ഫ്ലൈ ചെയ്യണേക്കാളും മുൻപ്. സോ അതിന് ഏറ്റവും നല്ലത് നമുക്ക് ഡിജിയുടെ ഷോറൂമിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ആണ് എന്നാണ് ഞാൻ ChatGPT വായിച്ചത്. അപ്പോൾ
ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് ഈ സഫോറ 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 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അവിടെ നെതർലാൻഡ്സിൽ ഇല്ലാതെ ഈ സാധനം. ഇവിടെ എനിക്ക് പോയി നോക്കണം എന്തൊക്കെ ഉള്ളതെന്ന്. കൊറിയൻ സ്കിൻ കെയർ, അതേപോലെ ചൈനീസ് സ്കിൻ കെയർ, ഗ്ലാസ് ഫിനിഷ് എന്നൊക്കെ പറഞ്ഞ് കുറെ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അവിടെ നിന്ന് പൊക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, നമ്മൾക്ക് ചൈനയില് ബീജിങ്ങില് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ ഡ്രോൺ. കാരണം ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ആണ് കേട്ടോ. പോണോടത്തും വരുന്നിടത്തും മുഴുവൻ ക്യാമറയും അതേപോലെ മുഴുവൻ പോലീസും ഒക്കെയാണ്. അപ്പൊ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമുക്ക് ചൈനീസും അറിയില്ല. പക്ഷെ അവർക്ക് കുറെ ടൂൾസ് ഉണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ അവരത് പറയുമ്പോ അവരത് വായിക്കും. എന്നിട്ട് അവരെ തിരിച്ച് അവരെ ചൈനീസിൽ പറഞ്ഞ് നമുക്ക് കേൾപ്പിച്ചു തരും. നമുക്ക് ഇംഗ്ലീഷിൽ കേൾക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പയ്യൻ പറഞ്ഞു ഇവിടെ പറ്റില്ല. ഇവിടെ പറ്റില്ല. അപ്പൊ സിയാലും ഷാഹായിലും ഒക്കെ പോകുമ്പോ അപ്പൊ അവൻ പറഞ്ഞു അവരുടെ മേൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, മേലധികാരികളോട് ചോദിച്ച് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ നമുക്ക് വീചാറ്റിൽ മെസ്സേജ് അയക്കാന്ന് പറഞ്ഞിട്ടാ. ഇവിടെ ടെക്നോളജി ഭയങ്കരട്ടോ. വേറെ ഏതോ കാലത്ത് ജീവിക്കുന്ന പോലെ തോന്നണല്ലേ. ഭയങ്കര ടെക്നോളജി. ട്രാഫിക് സൈൻ്റെ റെഡ് ലൈറ്റ് എത്ര സെക്കൻഡ് കത്തുന്നുള്ളത് ഊബറിൽ നമ്മൾ കാർ വിളിച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന പോലെ ഇവിടെ അത് കാണിക്കും. അപ്പൊ നമുക്ക് കാണാം, ഓക്കെ ഇയാൾ ഇവിടെ ഈ റെഡ് സിഗ്നലില് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ആ റെഡ് സിഗ്നലിൽ ഗ്രീൻ ആവുള്ളൂ എന്നൊക്കെ പറയും. ഭയങ്കര ടെക്നോളജി കേട്ടോ അതെനിക്ക്. അതേപോലെ ഇപ്പൊ കാർ ഇപ്പൊ നമ്മള് ട്രാഫിക്കിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ സിഗ്നൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചിനെ വിളിച്ച് പറയും ഗ്രീൻ സിഗ്നൽ ആയി, ഗ്രീൻ സിഗ്നൽ, അവരുടെ ഭാഷയിൽ ഗ്രീൻ സിഗ്നൽ ആയി, ഗ്രീൻ സിഗ്നൽ ആയി എന്ന് വിളിച്ച് പറയും. അതൊക്കെ ഭയങ്കര ടെക്നോളജി കേട്ടോ. അപ്പൊ ഇനി ഇങ്ങോട്ട് വരുന്നേക്കാളും മുമ്പ് ഏതൊക്കെ ആപ്പൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യം മുഴുവൻ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അതിന് മാത്രം കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾക്ക് സഫോറയിലൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും എനിക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾക്ക് സ്റ്റാർബക്സിലേക്ക് പോവാം. ഓക്കെ. ഞാൻ മൂകയായും ബദ്രയായും അഭിനയിച്ച് എനിക്ക് കിട്ടിയ സാധനമാണ്. വേറെ ഒന്നല്ല, ഇവിടെ ശരിക്കും ആർക്കും ഇംഗ്ലീഷ് അറിയില്ല കേട്ടോ, ആർക്കും. അപ്പൊ നമ്മള് ഓരോ റെസ്റ്റോറൻറ്റ്സിന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെല്ലണതും സാധനങ്ങൾ വാങ്ങണതും ഒക്കെ. പക്ഷെ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ അറിയില്ല. അപ്പൊ അവര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിച്ചു. നമ്മൾ ഇരിക്കാൻ വേണ്ടി ഒരു സാധനം നോക്കി നടക്കായിരുന്നു. എല്ലാ റെസ്റ്റോറൻറ്റും ഫുൾ എന്ന് വെച്ചാൽ എല്ലാ റെസ്റ്റോറൻറ്റും ഫുള്ളാണ്. അവസാനം ഇതേപോലത്തെ ചാര് ബെഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്തായിട്ടാണ് ഈ കട. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു സാധനം 1-2 സാധനം വാങ്ങിച്ചു. നമ്മളിനി ഇവിടെ കുടിച്ചിരിക്കുകയാണ്. നമ്മുടെ ടൂർ ടീം എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് 7:30 റെസ്റ്റോറൻറ്റിലെത്തും. അപ്പൊ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അവിടെ ഡിന്നർ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഹോട്ടലിലേക്ക് പോട്ടാം. അപ്പൊ ഇത് കുടിക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. ശർക്കര കഴിച്ച പോലെയൊക്കെ തോന്നുന്നു. കുടിക്കട്ടെ, എങ്ങനെയുണ്ട് തുന്നിയെ? അയ്യോ ഞാൻ മൈക്ക് വെച്ചിട്ടില്ലേ, പറഞ്ഞോ, ഓർത്ത് പറയണേ. അത്രേ ഉള്ളൂ. പൊക്കി കാണിക്കൂ, സാധനം പൊക്കി കാണിക്കൂ. മോനെ, ഞാൻ ഊമയായും ബദ്രനായും മൂകനായും അഭിനയിച്ച് എനിക്ക് കിട്ടിയ സാധനം. നമ്മളൊരു സ്ഥലം ഇരിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. എല്ലാ റെസ്റ്റോറൻറ്റ്സും കഫേയും എല്ലാം ഒക്കെ തിന്നാനും ഉണ്ടാ. നാളെ തിന്നാനുണ്ട്, രസമുണ്ട്. അപ്പൊ രസം ഉണ്ടായിരിക്കും, പ്രതീക്ഷിക്കാന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ ടൂർ ഗ്രൂപ്പിനൊക്കെ കിട്ടിയിട്ടോ. നമ്മൾ അവരെ മീറ്റ് ചെയ്തു. ആദ്യത്തെ ദിവസമായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മിണ്ടാകായിട്ടുള്ള ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നേ. ടൂർ കോർഡിനേറ്റേഴ്സ്മാർ നമ്മുടെ റൂമിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും ബാഗുകളൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മുത്തുണ്ണിയെ, എന്താ മുത്തുണ്ണിയെ, നമ്മളിങ്ങനെ ഗ്രൂപ്പിന്റെ ഒപ്പം ടൂർ പോയിട്ട് കുറെ കാലമായി. അന്ന് അമേരിക്കയിൽ പോയതാണ്. അന്ന് അമേരിക്കയിൽ നമ്മൾ ഗ്രൂപ്പിന്റെ ഒപ്പം പോയത്. മലയാളികൾ ഉണ്ടായില്ല, മലയാളികളുടെ ഒപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പോണത്.
പുതുമയുണ്ട്. നമുക്ക് നമ്മുടെ ഭാഷ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും അറിയുമ്പോൾ നമുക്കൊരു ചമ്മലുണ്ടാവുമല്ലോ, ആ ഒരു ചമ്മൽ ഞങ്ങൾക്ക്, ആ ഒരു ക്രിഞ്ച് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. നമ്മൾ നമ്മുടെ റൂമിൻ്റെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അടുത്ത ദിവസമാണ് നമ്മൾ ശരിക്കും ബീച്ചിങ് കറക്റ്റായിട്ട് കാണാനായിട്ട് പോകുന്നത്. സോ നമുക്ക് അടുത്ത വ്ളോഗിൽ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ എല്ലാവർക്കും അതുവരെ ബൈ.